സോ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സ്കില്ലേജിലേക്ക് വന്നതുകൊണ്ട് നിങ്ങളെ മാറ്റാൻ സ്കില്ലേജിനോ ഞങ്ങൾക്കോ ആർക്കും കഴിയില്ല. ഈ ലോകം എൻ്റെ ലോകമാകുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ എൻ്റെ കണ്ണുകളിലൂടെ കാണുമ്പോഴാണ്. നിങ്ങൾക്ക് ഈ ലോകത്ത് കാണാൻ കഴിയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാഴ്ചയാണ്. ഞാനൊരു ഉദാഹരണം പറയാം, എപ്പോഴും ഞാൻ പറയുന്നൊരു ഉദാഹരണമാണ്. കഴിഞ്ഞ ഓണത്തിന് തൊട്ട് മുമ്പ് എൻ്റെ വീട്ടിൽ പത്രം വന്നു. ആ പത്രത്തിൽ ഞാൻ കണ്ടൊരു വാർത്ത, പത്രത്തിൽ 5ഓളം വാർത്തകളുണ്ട്. അതിലൊന്ന് എന്താ പറയുക, അധ്യാപകനെ തല്ലിയ കുട്ടി, രണ്ടാമത് 10ാം ക്ലാസ്സിലെ മകൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഒളിച്ചോടിയ അമ്മ, ഇങ്ങനെ കുറേ വാർത്തകളാണ്. എന്തുകൊണ്ടായിരിക്കും എന്നിലേക്ക് അത്തരം വാർത്തകൾ അട്രാക്ട് ചെയ്തത്? ഞാൻ ഇതുപോലെ ക്ലാസ് എടുക്കുന്ന സമയത്തുള്ള കണ്ടന്റുകളാണ്. അപ്പോൾ ഐ ആം സെർച്ചിങ് കണ്ടന്റ്. ഓക്കെ, ആൻഡ് ദെൻ എൻ്റെ പെങ്ങള് അതിൽ കുറേ എന്താ പറയുക ക്ലാസിഫൈഡ്സ് വന്നിട്ടുണ്ട്. അവളൊരു ജോബ് സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ ജോബ് സെർച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ കാര്യങ്ങളാണ് അവൾ ആ പത്രത്തിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? ആൻഡ് ദെൻ എൻ്റെ ഉമ്മ അതിൽ കണ്ടിരിക്കുന്നത്, അന്ന് പുതിയൊരു ജാംജൂമിൻ്റെ ഉദ്ഘാടനമൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ജാംജൂമിൽ അവിടെ കുക്കറിന് കുറേ ഓഫറുണ്ട്, പിന്നെ ഇതിന് കുറേ ഓഫറുണ്ട്. ആ ഓഫറാണ് ആര് കണ്ടത്? ഉമ്മ കണ്ടത്. അപ്പോൾ ഒരേ പത്രത്തിൽ നമ്മൾ ഓരോ ആളുകളും കാണുന്നത് വ്യത്യസ്തമായ കാഴ്ചകളാണ്. അപ്പോൾ പത്രമാണോ ഡിഫറൻറ്റ്, അതോ കാണുന്ന കാഴ്ചയാണോ വ്യത്യാസം, അല്ലെങ്കിൽ കാണുന്ന ആളുടെ ബ്രെയിനിലെ തോട്ടാണോ വ്യത്യാസം? അപ്പോൾ ഈ ലോകം എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷേ ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ആ വ്യത്യസ്തമായ അനുഭവം നമ്മളിലേക്ക് നൽകുന്നത്, നമ്മൾ സ്വീകരിക്കുന്നത് അക്കോർഡിംഗ് ടു അവർ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിൽ നമ്മൾ എങ്ങനെയാണോ പാറ്റേൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഒരുപാട് കോളേജിൽ പല തലങ്ങളിലും പല സ്ഥലങ്ങളിലും പല ക്ലാസ്സിനും പോയിട്ടുണ്ട് അല്ലേ? പക്ഷെ അതേ ഒരു അപ്രോച്ചോട് കൂടി ആയിരിക്കരുത് സ്കില്ലേജിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നത്. സ്കില്ലേജിലേക്ക് കാലെടുത്ത് വെക്കുന്നതോടുകൂടി നിങ്ങളുടെ അപ്രോച്ച് മാറണം, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ മാറ്റം ഉണ്ടാവണം. ഇനി മുതൽ നിങ്ങൾക്ക് ഒരു പുതിയ യഥാർത്ഥത്തിൽ റിയാലിറ്റി, ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ സ്കില്ലേജ് നിങ്ങളെ പ്രാപ്തമാക്കും. പക്ഷെ അത് സ്വീകരിക്കേണ്ട റിസീവർ നിങ്ങൾക്കുണ്ടാവണം. ഉദാഹരണത്തിന് നിങ്ങളൊരു വണ്ടിയിൽ എന്താ പറയുക, ഒരു മനോഹരമായ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ റേഡിയോയിൽ മനോഹരമായ സംഗീതങ്ങൾ കേട്ടു, അടിപൊളി പാട്ട്. അപ്പോൾ നിങ്ങൾ എവിടെ എത്തിക്കഴിഞ്ഞാലും ആ പാട്ട് ഇങ്ങനെ രസമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മറ്റൊരു കാറുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാറിലും ഇതേ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഒരു ടൈപ്പ് റെക്കോർഡ് അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ സെറ്റ് ചെയ്തു. പക്ഷേ നിങ്ങൾ കടയിൽ പോയപ്പോൾ അവിടെ 5000 രൂപക്കുണ്ട്, 50,000 രൂപക്കും ഉണ്ട്. നിങ്ങൾ 5000 രൂപ എടുത്ത് വാങ്ങി വെച്ചു. ഓക്കെ, അങ്ങനെ നിങ്ങൾ വണ്ടിയിൽ പോകുമ്പം റേഡിയോ കേൾക്കുകയാണ്. റേഡിയോ കേൾക്കാൻ വേണ്ടി റിസീവറെ കോൾ ചെയ്ത് സെറ്റ് ചെയ്തു. പക്ഷേ ക്ലാരിറ്റി ഇല്ല. എന്താ കാരണം ക്ലാരിറ്റി ഇല്ലാത്തത്? അതിന് നല്ല റിസീവർ ഇല്ല. റേഡിയോ തരംഗങ്ങൾ അതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ആ റേഡിയോ തരംഗങ്ങളെ സ്വീകരിക്കാൻ ആവശ്യമായ റിസീവർ നിങ്ങൾ വാങ്ങിയ ഗാഡ്ജറ്റ്സിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ട്, ക്ലാരിറ്റി ഉണ്ടാവുന്നില്ല. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? വിച്ച് മീൻസ് നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ട്, നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ നമ്പർ 9895 സംതിങ് അതാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ മുമ്പിലൂടെ ഒരു കോൾ ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. പക്ഷേ ഈ കോൾ ഞാൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ പർട്ടിക്കുലർ നമ്പറിലാണ്. ആ പർട്ടിക്കുലർ നമ്പർ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ മാത്രമായി ഞാൻ കണക്ട് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇവർക്കൊക്കെ ഇവിടെ ചുറ്റിലും ആ വേവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ വേവ്സ് ഇല്ലാത്ത പ്രശ്നമില്ല. പക്ഷെ ആ വേവ്സിനെ എന്നിലേക്ക് കണക്ട് ചെയ്യാൻ ആവശ്യമായ കണക്ടർ അല്ലെങ്കിൽ റിസീവർ എന്നിൽ ഉണ്ടാവുക എന്നതാണ് പ്രധാനം. സോ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സ്കില്ലേജിലേക്ക് വന്നതുകൊണ്ട് നിങ്ങളെ മാറ്റാൻ സ്കില്ലേജിനോ ഞങ്ങൾക്കോ ആർക്കും കഴിയില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്കില്ലേജ് നിങ്ങളിലേക്ക് നൽകുന്ന ഈ എന്താ പറയുക വേവ്സ്, ഈ റേഡിയോ വേവ്സിനെ സ്വീകരിക്കാൻ ആവശ്യമായ റിസീവർ നിങ്ങളിൽ ഉണ്ടാവുക, അത് കറക്റ്റ് ചെയ്യുക, അത് ഫൈൻ ട്യൂൺ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ മനോഹരമായിരിക്കും. 6 മാസത്തിന് ശേഷം ഇന്ന് കാലെടുത്ത് വെച്ച നിങ്ങളായിരിക്കില്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങളായിരിക്കില്ല 6 മാസത്തിന് ശേഷം ഇവിടെ നിന്ന് പടിയിറങ്ങാൻ പോകുന്നത്. നിങ്ങൾക്ക് ജോലി കിട്ടും, അതല്ല ഞങ്ങൾ പറയുന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടും, അതിലല്ല ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെയോ നിങ്ങളുടെ അപ്രോച്ച് മാറും, ആറ്റിറ്റ്യൂഡ് മാറും, പോസിറ്റീവായിരിക്കും, സ്കില്ല് ഡെവലപ്പ് ചെയ്യും, നിങ്ങൾ കോൺഫിഡൻസ് കൂടും. ഇത് ഞങ്ങൾ തരുന്ന ഗ്യാരണ്ടിയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം, റിസീവർ നന്നാക്കുക.